വെളുത്ത് നീളമുള്ള കനം കുറഞ്ഞ ചേച്ചിമാർ, വെളുത്ത് കനം കുറഞ്ഞ് നീളമുള്ള ചേച്ചിമാർ. ചില അപവാദങ്ങളും കാണാം. എൻ്റെ ഒരു വീക്ഷണമാണ് നീളം കുറഞ്ഞ ഗുണ്ടുപണി അമ്മച്ചി. വർത്തമാനം പറയുന്നതും സ്നേഹിക്കുന്ന ആരായിരിക്കും? നീളം കുറഞ്ഞ മുനി അത് എപ്പോഴും ആരായിരിക്കും? ആണോ? സത്യമാണോ? മറ്റേതൊക്കെ ഹേ അതായിരിക്കും ഒരു ഭയങ്കര ശൈലിയായിട്ടൊക്കെ പോകും. ഇതൊരു പരമത്താണോ? ഞാൻ കണ്ടിട്ടുള്ള ഈ ടൈപ്പ് അമ്മച്ചിമാരെല്ലാം മോനെ മാരാ കഴിച്ചിട്ട് പോകും മക്കളെ, അത് പറയുന്ന ഭൂരിപക്ഷം ആരായിരിക്കും? അതുകൊണ്ട് അങ്ങനത്തെ അമ്മച്ചിമാരെ എല്ലാം സഭയെ കൊണ്ടിരുത്തണം. അവരൊരു സംഭവമാണ്. ശരിയാണോ? ഞാൻ എൻ്റെ ഒരു വീക്ഷണമാണ്. ഞാൻ പഠിച്ചതും വായിച്ചതൊന്നും അല്ല. എന്നാലും എൻ്റെ ഒരു എന്താ, മറ്റൊരൊക്കെ മൈൻഡ് ചെയ്യാതെ പോകും. ഒരു ഭയങ്കര ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പം ഇതൊരു ശരീരഭാഷയാണ്. അപ്പം ഇതിനെല്ലാം ഓരോ ഭാഷയുണ്ട്. അപ്പം പ്രാർത്ഥനയ്ക്കും എന്തുണ്ട്? ശരീരഭാഷയാണ്. ഈ ശരീരഭാഷ നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥനയുടെ ഞാനത് ശരീരഭാഷയെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപവാദങ്ങൾ എല്ലാത്തിനും ഉണ്ട്. ഇതെല്ലാം നേരെ തിരിച്ചു പോകാം. മണ്ണുള്ളവർ മിണ്ടായിരിക്കാം, കാരണം കൂടിയവർ സ്നേഹിക്കാം. ഇതെല്ലാത്തിനും എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. എങ്കിലും സ്വാഭാവികവും സാഹചര്യവും സാധ്യതകൾ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം അതൊക്കെയാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അതുകൊണ്ട് പിള്ളേരാരും ഈ നീളമുള്ളതിൻ്റെ പുറകെ പോകല്ലേ. നല്ല ഉണ്ട ടൈപ്പുകളുണ്ട്, അവരൊക്കെ നല്ല പിള്ളേരാണ്. ഇവർക്കെല്ലാം നീളമുള്ളതിനെ മതി. നീളം കുറഞ്ഞവർ വിഷമിക്കണ്ട, അവരാണ് ഏറ്റവും സ്നേഹമുള്ളവരാണ്. നീളം കുറഞ്ഞ് വണ്ണമുള്ളവരാരും മെലിയരുത്, അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ്. അപ്പം വേദപുസ്തകം നമ്മൾ നോക്കുമ്പം പ്രാർത്ഥനയ്ക്കും ശരീരഭാഷയുണ്ട്. തിമത്തിയോസിൻ്റെ ലേഖനം 1 തിമത്തിയോസ് 2-ാം അധ്യായം 1 തിമത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതി. പ്രാർത്ഥനയുടെ ഒരു ശരീരഭാഷയിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും എന്തുപേക്ഷിക്കണം? കോപവും വാഗ്വാദം. കോപവും വാഗ്വാദം. ശരിക്കും പിന്നെ കോപം വരാതെ കോപം കാണിക്കാൻ ഒക്കുന്നവരുണ്ടെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കിയോ. കോപിക്കുമ്പോൾ വാഗ്വാദം നടത്തുമ്പോൾ നമ്മുടെ കൈ എങ്ങനെ ഇരിക്കും? നിങ്ങൾ കോപിച്ചിട്ടില്ലേ? ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ എത്രാമത്തെ ദിവസം? 10-ാം ദിവസം. രാവിലെ വീട്ടിൽ നിന്ന് കോപിക്കാതെ വന്ന എത്ര പേരുണ്ട് എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെയൊക്കെ എളുപ്പം. താമസിക്കാൻ സമയം പോകുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കും? അത്രയും മതി. ചുമ്മാ ഒരുമാതിരി കുഞ്ഞുങ്ങളേക്ക് മഴ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അവിടെ ഒരു ഭാഷയാണ്. അപ്പം അന്നേരം നമ്മുടെ കൈവിരൽ എങ്ങനെ ഇരിക്കും? ഒന്നുകിൽ ചൂണ്ടും അല്ലെങ്കിൽ ചുരുട്ടും. ഇത് രണ്ടുമാണ് കോപത്തിൻ്റെ വാഗ്വാദത്തിൻ്റെ ഒരു ശരീരഭാഷ. അല്ലാതെ നമുക്ക് കോപിക്കാനൊക്കെ പോവും? പാടാണ്. കയ്യും കെട്ടിന്ന് കോപിക്കാവും. അതെല്ലാം ശരീരഭാഷയാണെന്നാണ് പറഞ്ഞത്. ഒരാൾ പോലീസുകാരൻ്റെ ഒരു കാര്യം ഒരു അനുഭവം കേട്ടു. അദ്ദേഹം കള്ളന്മാരെ അല്ല അങ്ങനെയുള്ളവരെ കൈ കൊണ്ടുവന്നാൽ കൈ കെട്ടി നിൽക്കുകയാണെങ്കിൽ കൈ അഴിപ്പിക്കും. കാരണം ഇങ്ങനെ കൈ കെട്ടി നിൽക്കുമ്പോൾ അവനോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും സത്യം എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. അപ്പം കൈ അഴിപ്പിച്ചിട്ടാൽ അവൻ കുറേ കാര്യങ്ങൾ താഴെ പറയും. ഇതവൻ്റെ ഒരു ബലമാണ്. അതൊരു ബോഡി ലാംഗ്വേജ്. എനിക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവുണ്ട്. അതുകൊണ്ടാണ് ദീപ ചേച്ചി കൈ കെട്ടിയിരിക്കുന്നത്, കണ്ടോ? കാരണം എത്രയോ പേരുടെ ഹൃദയ രഹസ്യങ്ങൾ ആ ചങ്കിനകത്തുണ്ട്. അത് ആരോടും പറയാതിരിക്കാനാണ് കൈ കെട്ടിയിരിക്കുന്നത്. ആയിരിക്കും അല്ലേ? അപ്പം എല്ലാ ഹൃദയത്തിൻ്റെയും ഭാഷയ്ക്കകത്ത് കൈ ചുരുട്ടിയേ നമുക്ക് കോപിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ കൈ ചൂണ്ടിയേ നമുക്ക് ദേഷ്യപ്പെടാനൊക്കത്തുള്ളൂ. പക്ഷെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും ഉപേക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പം വേദപുസ്തകത്തിൻ്റെ പ്രാർത്ഥനയുടെ ശരീരഭാഷയിൽ ഒന്നാമത്തെ ഭാഷ കരം ഉയർത്തി. എല്ലാവരും ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് ഇന്ന് പ്രസംഗിക്കാൻ പോവല്ല, പ്രാർത്ഥിക്കാൻ പോവുക. ഇതിനകത്ത് ഭയങ്കര അർത്ഥമുണ്ട്. ഈ ശരീരഭാഷ ഭയങ്കര അർത്ഥമുള്ള ശരീരഭാഷ.
ഒന്നാമത്തെ കാര്യം, എൻ്റെ കരം നിൻ്റെ കരത്തിലേക്ക് തരികയാണ്. 2, ഈ കരങ്ങളിൽ മറയ്ക്കാനൊന്നുമില്ലെന്നുള്ളതുണ്ട്. മറയ്ക്കാനും മറകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും കൈ ഉയർത്തി നിൽക്കാനൊക്കത്തില്ല. കർത്താവിൻ്റെ സന്ധി പരിശുദ്ധമായിട്ട് പോയി നിൽക്കണമെങ്കിൽ ഈ കൈകളിലൊരു വെടിപ്പൊക്കെ വേണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ള. അപ്പം കൈ ഉയർത്തണം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു യുദ്ധം വരും. നിങ്ങൾക്കറിയാം, അമേരിക്കയിലൊക്കെ ഇപ്പം വലിയ ബഹളം നടക്കുന്നുണ്ട്. തോക്ക് വേണോ വേണ്ടായോ? കുറേ പേര് പറയുന്നു തോക്ക് വേണ്ട, കുറേ പേര് പറയുന്നു തോക്കിനെ അല്ല ഉപേക്ഷിക്കേണ്ടത്, മാനസികാരോഗ്യം കൂട്ടണം. രണ്ടായാലും വെടി കൂടിയാലും പടപടാന്നങ്ങ് വെടിക്കുക. അപ്പോൾ നമ്മൾ ഈ അവിടുത്തെ പിന്നെ ഒരു രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, പോലീസുകാരൊരു വണ്ടി വന്ന് നിർത്തിയിട്ട് ചെന്നാൽ അവരൊരിക്കലും സ്റ്റിയറിങ്ങിന് എന്ത് ചെയ്യരുത്, കൈയെടുക്കരുത്. സ്റ്റിയറിങ്ങിൽ നിന്ന് കൈയെടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന ആൾ പോലീസ് അടുത്ത് വരുമ്പോൾ പോക്കറ്റിൽ കൈയിട്ട് അപ്പം ഒരു വെടി വെക്കും. കൈയെടുത്ത് അപ്പം ഒരു കൈ വെടി വെക്കും. എന്താ കാര്യം ചോദിച്ചാൽ അവർക്കും പേടിക്കാം. അവർ പേടിച്ചിട്ടേ വെടി വെക്കണം. കാരണം ഇവൻ വെടി വെക്കാൻ തോക്ക് എടുക്കാം. അതുകൊണ്ട് പോലീസ് പിടിച്ചാൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നോ സ്റ്റിയറിങ്ങിൽ കൈ വെച്ച്. കാരണം കൈ എടുത്ത് അന്നേരം വെടി വെക്കും. ഫസ്റ്റ് അവർ ഷൂട്ട് ചെയ്തിരിക്കും. കാരണം അവരുടെ ചിന്ത ഇവൻ പോക്കറ്റിൽ കൈ ഇടുന്നത് തോക്കെടുക്കാൻ വേണ്ടിയായിരിക്കുമെന്ന്. അപ്പം കൈ ഉയർത്തുമ്പോൾ, യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, യുദ്ധത്തിൽ ഒരു പാർട്ടി തോറ്റാൽ, ഒരു രാജ്യം തോറ്റാൽ, ആദ്യം മറ്റേ പട്ടാളം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ആയുധങ്ങൾ എന്ത് ചെയ്യണം, താഴെ ഇടണം. എന്നിട്ട് നിങ്ങൾ എന്ത് ഉയർത്തണം, കൈ ഉയർത്തണം. കൈ ഉയർത്തി പിടിക്കുമ്പോൾ ഒരു കാര്യം അവർ സമ്മതിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്തു, കീഴടങ്ങി. 2, ഞങ്ങൾ നിരായുധരാണ്. നമ്മുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും തീർന്നു, ഇനി കർത്താവ് മാത്രമേ ഉള്ളെന്നുള്ള ഒരു സമർപ്പണം. ഇവർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നു, ഞാൻ നിരാലംബനാണ്, എൻ്റെ കയ്യിൽ ഇനി എൻ്റേതായിട്ട് ഒരായുധമില്ല, എൻ്റെ കയ്യിൽ ഇനി ഒരായുധമേ ഉള്ളൂ, അത് ഈ കൈ ഉയർത്തുന്ന ആയുധമാണ്. വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മളത് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ രഫീദിമ്മിലൊക്കെ പാളയം ഇറങ്ങി. പാളയം ഇറങ്ങിയപ്പം ദൈവം മോശസിനോട് പറയുന്നുണ്ട്, യുദ്ധം വരികയാണ്. യുദ്ധത്തിൻ്റെ മുറകളെന്നും ആയുധമാണ്. പക്ഷേ വേദപുസ്തകത്തിലെ യുദ്ധമുറകൾ ആയുധമല്ല. മോശയോട് പറയുന്നു, മോശ നീ എന്ത് ഉയർത്തിപ്പിടിക്കണം, കൈ ഉയർത്തിപ്പിടിക്കണം. കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ യോശുവയും അഹരോനും ഊരും അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് കൈ എന്ത് ചെയ്തു, താഴ്ത്തിപ്പിടിച്ചു. കൈ ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ താഴ്വാരത്തിൽ യുദ്ധം ജയിച്ചു. അപ്പം പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ശരീരഭാഷയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ കരങ്ങൾ ഒരിക്കലും ചൂണ്ടരുത്. തീരുമാനിക്കണം, ഞാൻ ഒരാളുടെ നേരെയും കൈ ചൂണ്ടില്ല, ഒരാളുടെ നേരെയും കൈ ചൂണ്ടല്ലേ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ കഴിവതും പ്രാർത്ഥിക്കണം, എന്ത് ചൂണ്ടാൻ ഇടവരരുത്, കൈ ചൂണ്ടാൻ ഇടവരരുത്, കൈ ചുരുട്ടാനും ഇടവരരുത്. പക്ഷെ എപ്പോഴും കൈ ചൂണ്ടുകയും കൈ ചുരുട്ടുകയും ചെയ്ത അന്ന് നമുക്കൊരിക്കലും മനസാക്ഷിയുടെ പ്രാഗൽഭ്യത്തിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല, കൈ ഉയർത്താനൊക്കത്തില്ല. ഒക്കോ ഇല്ല. അപ്പം കൈ ചൂണ്ടരുത്. നമ്മൾ പണ്ടത്തെ ഒരു മലയാള ഭാഷയാണ്, ചൂണ്ടിയ വിരലിന് അടിച്ചിരിക്കും. ഇന്ന് വരെ എൻ്റെ നേരെ ഒരുത്തനും എന്ത് ചെയ്തിട്ടില്ല, കൈ ചൂണ്ടാൻ അനുവദിച്ചിട്ടില്ല. എന്തോ ഒരു അഹങ്കാരത്തിൻ്റെ വാക്കൊക്കെയാണ്. കൈയൊക്കെ ഇങ്ങനെ ചൂണ്ടി ഒരുത്തനോട്, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പയ്യൻ പറയുന്നൊരു ഭാഷയൊക്കെ എനിക്ക് പേടി തോന്നി. ഭാഷ, പക്ഷേ ഈ ഭാഷയൊക്കെ പറയുന്നവരുടെ മുഖമൊക്കെ ചിലപ്പോൾ നാക്കൊക്കെ താണു പോയാൽ എന്തോ ചെയ്യും. അപ്പോൾ അവന് ഇവരോട് പറയുകയാണ്, നീ എൻ്റെ നേരെ കൈ കൊണ്ടുകയാണോ, കൈ തത്തറ, ഇല്ലെങ്കിൽ നിനക്ക് നാളെ തൊട്ട് വാഷ്റൂമിൽ പോകാൻ കൈപ്പത്തി കാണത്തില്ല. എന്തോ വാക്കൊക്കെ പറയുന്നു, കൈപ്പത്തി ഞാൻ വെട്ടിയെടുക്കും. അപ്പം നമുക്ക് വിരുണ്ട് പോയി വാക്കൊക്കെ കേൾക്കുമ്പോൾ. ഇതെല്ലാം വാക്കിൻ്റെ വിരുദ്ധനാൽ തീർക്കുന്ന ഒരു ബഹളമാണ്. പക്ഷേ എന്നാൽ പോലും കൈ ഉയർത്തി എന്ത് ചെയ്യണം, പ്രാർത്ഥന. കൈ ഉയർത്തി പിടിച്ച് എല്ലാവരും കൈ ഉയർത്തി അല്പം നേരം സറണ്ടർ ചെയ്യുക. ഇല്ല കർത്താവേ, ഒന്നും നടക്കില്ല, എന്നെ കൊണ്ടൊന്നും ഒക്കില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല. നമ്മുടെ തോന്നല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒക്കുമെന്ന്, ഒന്നും നടക്കില്ല. നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല പ്രിയരെ. പക്ഷെ നമുക്കിങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കും.
കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കും. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചില നിമിഷങ്ങളിൽ ദൈവസന്ധി പ്രാർത്ഥിച്ച് ഒരു യുദ്ധത്തിൻ്റെ ലോകത്താണ് നമ്മൾ നിൽക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ആയതുകൊണ്ട് യേശുവേ കൈ ഉയർത്തി നിൻ്റെ സന്ധ്യ നിൽക്കണം. ഇതിന് മോശ വേണം, താങ്ങി നിർത്താൻ അഹരോനും ഹൂരും വേണം. ഉറപ്പ്, താഴ്വാരത്തിലെ യുദ്ധത്തിലൊരു ജയമുണ്ട്, താഴ്വാരത്തിലെ യുദ്ധത്തിലൊരു ജയമുണ്ട്. യേശുവെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ, കർത്താവെ ഈ സഹോദരങ്ങൾ, ഈ സഭ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ജയമുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കാനുള്ള ദൈവകൃപയുടെ അഭിഷേകം ഈ കരങ്ങൾക്ക് കർത്താവ് കൊടുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നമ്മുടെ ചിഹ്നം അതാണ്, കൈ ഉയർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടി, ഒരു സമയത്ത് ഏറ്റവും പ്രബലമായിരുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നം എന്താണ്? കൈപ്പത്തിയാണ്. എന്തിനാ ഈ കൈപ്പത്തി കൊടുത്തിരിക്കുന്നത്? അതും മറ്റൊരു ആശയമാണ്. കൈപ്പത്തിക്ക് ഒത്തിരി അർത്ഥമുണ്ട്. ഇപ്പം നേരത്തെ അത് പശുവും കുട്ടിയോ പശുക്കിടാവും ഒക്കെയായിരുന്നു. പിന്നെ അത് മാറ്റി എന്താക്കി? കൈപ്പത്തിയാക്കി. എന്തിനായിരിക്കും കൈപ്പത്തി എടുത്തേ? കൈപ്പത്തി എടുത്തതിന് ഒത്തിരി അർത്ഥമുണ്ട്. കൈ കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? കൈ കൊണ്ടാണ്. സ്വീകരിക്കുന്ന എന്തുകൊണ്ടാണ്? കൈ കൊണ്ടാണ്. താങ്ങുന്ന എന്തുകൊണ്ടാണ്? കൈ കൊണ്ടാണ്. തലോടുന്ന എന്തുകൊണ്ടാണ്? കൈ കൊണ്ടാണ്. ഇതുകൊണ്ട് ഒത്തിരി വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രാദേശിക സഭയിൽ ഒത്തിരി ഇടതുപക്ഷക്കാരുള്ള ഒരു സഭയാണ്. അപ്പോൾ ആ സഭയിലെ പാസ്റ്റർ രാവിലെ വിശ്വാസികൾ ഇങ്ങനെ എല്ലാവരും കൂടെ വോട്ട് ചെയ്യാൻ വന്നപ്പം പുള്ളി വോട്ട് ചെയ്ത് ഇറങ്ങി വന്നപ്പം ഇങ്ങനെ കാണിച്ചു. പുള്ളി സന്തോഷം കൊണ്ട് കാണിച്ചു. അത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് പുള്ളി എന്തിനു വോട്ട് ചെയ്യാൻ പറഞ്ഞത്? ഓ പാവം, പുള്ളിക്ക് ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളല്ല, സാധു. അപ്പം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണിക്കുമ്പം അതുപോലും വേണമെങ്കിൽ എന്തായാലും ഭയങ്കര അർത്ഥമാണ്. എന്താണ്? കൈയാണ്. ഈ സുസി പോലൊക്കെയുള്ള ലെഫ്റ്റിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പാർട്ടി പതാകകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ നോട്ടീസൊക്കെ ശ്രദ്ധിച്ചു. അവരുടെ കയ്യിൽ എന്തായിരിക്കും ചിത്രം? ചുരുട്ടി ഒരു കൈയായിരിക്കും. അർത്ഥം എന്താണ്? നേടിയെടുക്കും. എന്താണ് അർത്ഥം? നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച കുഞ്ഞ് കരയും. എങ്ങനെ ആയിരിക്കും? എന്തിനാ കരയുന്നേ? എന്തായിരിക്കും അവൻ പറയുന്നേ? അമ്മ പോയി ഇരിക്കുക, അവിടെ ഇവിടെ വന്നിരിക്കുക. പ്രസവിച്ചിട്ടിട്ട് പാല് തരേണ്ട സമയത്ത് പോയി ഇരിക്കുക, ഇവിടെ. അത്ര ഇവർ പറയാൻ അറിയത്തില്ലെങ്കിലും അമ്മ വരുന്നിടം വരെ നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. വേറെ ആരെങ്കിലും എടുത്താൽ കരച്ചിൽ നിൽക്കുമോ? ഇല്ല. അവൻ പറയുന്നു, അമ്മ എൻ്റെ എന്താ? അമ്മ അവൻ്റെ ഔദാര്യമൊന്നുമല്ല, അമ്മ അവൻ്റെ എന്താ? അവകാശമാണ്. എല്ലാ അമ്മയും അത് ഓർത്തോണം. പിള്ളേരുടെ അവകാശമാണ് ആര്? അമ്മ. മക്കളും അവകാശമാണ്, പിള്ളേരുടെ അവകാശമാണ് ആര്? അമ്മ. അതുകൊണ്ട് പോയി ഇരിക്കുക ഇവിടെ. അതവൻ പറഞ്ഞു. പത്തില്ലേ? ഇങ്ങനെ ഇരിക്കും കൈ, ചുരുട്ടി പിടിച്ച കൈ. അപ്പം ഇവിടുത്തെ എല്ലാത്തിനും ഇങ്ങനെ കൈകൾക്ക് അർത്ഥമുണ്ടെങ്കിൽ, നമുക്കൊരു സിമ്പൽ ഉണ്ടെങ്കിൽ നമ്മുടെ സിമ്പൽ എപ്പോഴും എന്തായിരിക്കണം? ഉയർത്തിയ കൈയാണ്. രണ്ട് കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ആ യുദ്ധത്തിൽ നമുക്ക് വിജയമുണ്ടെന്നുള്ളതാണ്. എന്തും വരട്ടെ, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശരീരഭാഷയാണ് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുക. അവിടെ സറണ്ടറുണ്ട്, അവിടെ സമർപ്പണമുണ്ട്, അവിടെ നിരാലംബരാണെന്നുള്ള തെളിവുണ്ട്. അവിടെ ഇനിയും സന്തോഷം വന്നാലും എന്ത് ഉയർത്തും? കൈ ഉയർത്തും. കോർട്ടിലൊക്കെ വലിയ ജയമൊക്കെ നടക്കുമ്പോൾ എന്തോ ചെയ്യും? കൈ കെട്ടി നിൽക്കുമോ? കൈ ഉയർത്തും. അപ്പോൾ നമ്മുടെ എൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. എൻ്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദമുണ്ട്. അപ്പോൾ സന്തോഷത്തിൻ്റെ പ്രമോദത്തിൻ്റെ പരിപൂർണത നമ്മൾ അനുഭവിക്കുന്ന എവിടാ? ദൈവസന്നിധിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. ഇനി മറ്റൊരു ഭാഷ നമ്മൾ യോഹന്നാൻ 17 കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു. കർത്താവ് ഇത് പറഞ്ഞിട്ട് എങ്ങോട്ട് നോക്കി? സ്വർഗത്തേക്ക് നോക്കി. മതി. യോഹന്നാൻ 11:41. യോഹന്നാൻ 11:41. കർത്താവ് ഇത്
യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ മതി. യേശു കേട്ടതിനാൽ എങ്ങോട്ട് നോക്കി? മേലോട്ട് മേലോട്ട് നോക്കി. ഇത് പ്രാർത്ഥനയുടെ ഒരു ശരീരഭാഷയാണ്. കണ്ണുകളെ എങ്ങോട്ട് ഉയർത്തുക? മേലിലോട്ട് ഉയർത്തുക. ശരീരഭാഷ ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യമാണ് ദൈവസന്ധി വരുമ്പോൾ. സത്യത്തിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ശരീരഭാഷയ്ക്കും പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ നമ്മളൊരു കസാര പുറമോട്ട് ലീൻ ചെയ്ത് കിടന്ന് കേൾക്കുക, അർത്ഥം എന്നാണ്? താല്പര്യമില്ല. അവർ നമ്മളോട് ഹൃദയം തുറക്കുമോ? നമ്മളെ ഒരാൾ, ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, പിന്നെ രാജശ്രീയോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒന്ന് ക്ഷമയോട് എന്ത് ചെയ്യണം? കേൾക്കണം. അപ്പോൾ ക്ഷമയോട് കേൾക്കാൻ പറ്റിയൊരു ഭാഷയാണ്. നമ്മളൊരാൾക്ക് വലിയ കാര്യത്തിൽ വർത്താനം വരാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ ആ ഈസി ചെയറിലോട്ട് പുറമോട്ടങ്ങ് ചരിഞ്ഞു, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് നിന്നെ കേൾക്കാൻ എന്തില്ല? താല്പര്യം. ഒന്ന്, ഞാൻ പുറമോട്ട് പോകും തോറും ഞാൻ നിന്നിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അകന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല കേൾവിക്കാരുടെ ലക്ഷണം, കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഇച്ചിരി ഒന്ന് മുമ്പോട്ട് ലീൻ ചെയ്യണം. പുറമോട്ടല്ല, മുൻപോട്ട്. എന്നിട്ട് നമ്മൾ അവരെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അവർ പറയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ ഭർത്താക്കന്മാരും ഓർത്തോണേ, വല്ലതൊക്കെ പറയാൻ വരുമ്പോൾ മുമ്പോട്ട് ലീൻ ചെയ്താൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിള്ളേരെ ശ്രദ്ധിച്ചു. പിള്ളേർ നമ്മളോട് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അവരെന്തോ ചെയ്യും? തല ഇങ്ങനെ പിടിച്ച് നേരെ വെക്കും. എന്തിനാ പറയുന്നത്? എന്നെ മനുഷ്യരാണ് നിങ്ങൾക്ക് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കൂടെ എന്നാണ് കൊച്ചു കുഞ്ഞു പോലും എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. അപ്പം ആ ശരീരഭാഷയാണ്. അപ്പോൾ ഇതുപോലാണ് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം നമ്മുടെ ശരീരഭാഷ നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അന്തർഗതം എന്താണെന്ന് അറിയാം. അപ്പം നമ്മൾ പറയും അഭിനയം ഒത്തിനാന്ന് ഓടത്തില്ല കേട്ടോ. 100% കറക്റ്റാണ്. ഒരാൾക്കും ദീർഘനാൾ എന്ത് ചെയ്യാനൊക്കത്തില്ല? അഭിനയിക്കാനൊക്കത്തില്ല. ഒക്കോ? ഇല്ല. ആത്മീയത്തിൽ അഭിനയിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഴുവൻ അഭിനയങ്ങളും പൊളി. എന്താ കാര്യം ചോദിച്ചാൽ സ്പിരിച്വാലിറ്റിയിൽ എന്ത് ചെയ്യാനൊക്കത്തില്ല? അഭിനയിക്കാനൊക്കത്തില്ല. ഒക്കുമോ? തോന്നലാണ്. അപ്പം നമ്മൾ അവരുടെ പുറകെ ഒന്നും പോയി അവൻ്റെ പൊളിക്കാനൊന്നും പോകണ്ട. അത് പൊളിഞ്ഞോളും. പൊളിക്കാൻ പോയാൽ നമ്മൾ പൊളിയും. കാരണം നമ്മളെ അതൊന്നും ദൈവം എന്ത് ചെയ്തിട്ടില്ല? ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ അഭിനയിക്കാൻ ഒക്കില്ല. ഇത് വിശുദ്ധിയുടെ ഒരു മാർഗമാണ്. ഇത് തീവ്രമാണ്, തീഷ്ണമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിജാലയാണ്. സ്നേഹത്തിൻ്റെ മറുകുടമായിരിക്കുമ്പം തന്നെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിജാല കൂടാണ്. അപ്പം പ്രാർത്ഥനയ്ക്ക് ശരീരഭാഷ ഭയങ്കര ഘടകമാണ്. ഇവിടെ നമ്മളൊരു കുഞ്ഞിൻ്റെ കണ്ണി നോക്കി വർത്താനം പറയണമെന്ന് കുഞ്ഞാഗ്രഹിക്കുന്ന പോലെ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളെ എങ്ങോട്ട് ഉയർത്തുന്നു? മുകളിലെടുത്ത്. അതുകൊണ്ടാണ് സംഗീതം 121 വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവ. ദാസൻ്റെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്തുകയാണ്. അപ്പം രണ്ടാമത് നാം കാണുന്നൊരു ഭാഷയാണ് കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ഇനി മൂന്നാമതൊരു ഭാഷ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു, സ്റ്റാൻഡിങ് പൊസിഷൻ. നോക്കൂ, 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഹന്ന പറയുന്ന ഒരു വാക്കുണ്ട്. ഹന്ന അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണേ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകും. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ വായിച്ച്. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ്, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകും. കണ്ടോ, ബാലനെ കൊണ്ടുവന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു ദിവസം ആരില്ലാതെ വന്നു? ബാലനില്ലാതെ വന്നു. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഹന്നയ്ക്കൊരു കുഞ്ഞുണ്ടായി. ഹന്നയ്ക്ക് കുഞ്ഞുണ്ടായതാണ് ആര്? ശമൂവേൽ. 2 രീതി കുഞ്ഞുണ്ടാകാം. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവരോ ഇനിയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? ഇനി എനിക്കൊരു കുഞ്ഞൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്വത്രം ദൈവം അനുഗ്രഹിക്കണം. വളരെ ഗൗരവമായിട്ട് പറയട്ടെ, 2 രീതി കുഞ്ഞുങ്ങളുണ്ടാകാം. ഒന്ന് ബർത്ത് ബൈ ചാൻസ് ആണ്, മറ്റൊന്ന് ബർത്ത് ബൈ ചോയ്സ് ആണ്. 2 രീതി മക്കളുണ്ടാകാം. ബർത്ത് ബൈ ചാൻസ് ഉണ്ട്. വി വെയർ നോട്ട് പ്ലാൻഡ്, കുഞ്ഞങ്ങുണ്ടായിപ്പോയി, കളയാനൊക്കത്തില്ലല്ലോ. അത് ചോയ്സ് ആണോ ചാൻസ് ആണോ? ചാൻസ് ആണ്. നമുക്ക് ഈ ചാൻസ് അപകടമാണ്. നമ്മളാരും ചാൻസി മക്കൾ ജനിപ്പിക്കുന്നവരല്ല. പിന്നെ എങ്ങനെ ഉണ്ടാകണം? ബൈ ചോയ്സ്. ഹന്നയ്ക്ക് ചോയ്സായിരുന്നു. അവൾ കർത്താവിൻ്റെ സന്ധിയിൽ പോയി
പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നിന്നു. ആർക്ക് വേണ്ടി? കുഞ്ഞിന് വേണ്ടി. ക്രൈസ്തവരെ എല്ലാ കല്യാണം കഴിക്കാൻ പോകുന്ന മക്കൾക്കും പ്രീമാരിറ്റി കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഇത് ഗൗരവമായിട്ട് പറയണം. 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, നേരത്തെ കല്യാണം കഴിക്കണമെന്ന് പറയണം. അതുകൊണ്ടാണ് സംഗീതത്തിൽ 127 വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിൽ. അപ്പം മക്കളുണ്ടാകണമെങ്കിൽ എപ്പോൾ ഉണ്ടാകണം? യൗവനത്തിൽ മക്കളുണ്ടാകണമെങ്കിൽ എപ്പം കെട്ടണം? യൗവനം എന്ന് പറയുന്നത് സാധാരണ എത്ര വയസ്സ് വരെയാണ്? 30 അല്ലേ ഏകദേശം പ്രായം. അപ്പം 30-നൊക്കെ മുമ്പ് പിള്ളേരുണ്ടായിരിക്കണം. ഇത് കെട്ടാതെ ഇങ്ങനെ നിൽക്കും. പിന്നെ 35 പെണ്ണ് തപ്പി നടക്കുക. അപ്പോൾ ഇരിക്കുന്ന ആരാണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കാലത്തെ കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകണം? മക്കളുണ്ടാകണം. മക്കളുണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണം. ദൈവമേ ഞങ്ങൾക്ക് എന്ത് തരണേ? മക്കളെ തരണം. അപ്പം മക്കൾ ഒരിക്കലും ചാൻസ് അല്ല. മക്കൾ എന്താണ്? ചോയ്സാണ്. ഇത് ക്രൈസ്തവ സമൂഹം അറിയണം. ദൈവത്തിന് വേണ്ടിയാണ് ഈ തലമുറ മക്കളെ ജനിപ്പിക്കുന്നത്. അന്ന് ഒരു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടം. ഒരു ലേവിനെ എഴുന്നേറ്റിട്ട് പോയി, എനിക്ക് ആരെ വേണം? കുഞ്ഞിനെ വേണം. അവർക്കൊരു കുഞ്ഞിനെ ജനിച്ചു. അവർ ആ കുഞ്ഞിനെ 3 മാസം എന്ത് ചെയ്ത് വെച്ചു? ഒളിപ്പിച്ച് വെച്ചു. ആരുടെ കാര്യമാണ്? മോശയുടെ കാര്യമാണ്. അപ്പം ദൈവം നമുക്ക് തരുന്ന മക്കൾ ചാൻസ് ആണല്ല, പിന്നെന്താ? ചോയ്സ് ആയിരിക്കണം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്ധി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജന്മം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചുപവസിച്ചൊക്കെ വേണം മക്കളെ ജനിപ്പിക്കാൻ. കാരണം മക്കൾ ആകസ്മികമല്ല, മക്കൾ ചോയ്സാണ്. ഹന്ന ദൈവസന്ധി പോയി നിന്നു. ആർക്ക് വേണ്ടി? ഒരു ശമൂവേലിന് വേണ്ടി. അതുകൊണ്ടാണ് ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി അറിയപ്പെട്ട ഒരു കുഞ്ഞ് ജനിച്ചത്. ദാൻ മുതൽ ബേർശേബ എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരറ്റം മുതൽ ഒരറ്റം വരെ അറിയപ്പെട്ടു. എന്ത് പ്രവാചകൻ? വിശ്വസ്ത പ്രവാചകൻ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മക്കൾ ചോയ്സാണ്. മക്കൾ എന്തല്ല? ചാൻസ് അല്ല. ഒന്ന് സ്തോത്രം ചെയ്തേ. മക്കൾ ചോയ്സാണ്, എന്തല്ല? ചാൻസ് അല്ല. നമുക്ക് ചാൻസ് ആണെന്നൊക്കെ തോന്നിയാലും 100% ഉറപ്പ് പറയട്ടെ, മക്കൾ ഒരിക്കലും ചാൻസ് അല്ല. മക്കൾ ദൈവം തരുന്ന ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹന്ന ദൈവത്തോട്, ഞാൻ ഇവിടെ നിന്നില്ലേ ഒരു സ്ത്രീ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ സ്ത്രീ ഞാനാ. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 20:5. യഹോശഫാത്തിൻ്റെ കാലഘട്ടം. യഹോശഫാത്തിൻ്റെ കാലഘട്ടം 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 5. അവിടെ നമ്മൾ കാണുന്നു, യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറയുകയാണ്. അടുത്തൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ യഹോശാഫാത്ത് ആ യുദ്ധത്തിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ ദൈവസന്ധിയിൽ എല്ലാവരും എങ്ങനെ ചെയ്തു? നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പം നമ്മളൊന്ന് കണ്ടു, കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. 2, എങ്ങനെ പ്രാർത്ഥിക്കാം? കണ്ണുകളെ ദൈവസന്ധിയിലേക്ക് ഉയർത്താം. ഞാൻ എൻ്റെ കണ്ണ് ഉയർത്താം. യേശു കർത്താവ് മുകളിലേക്ക് കണ്ണുകളെ ഉയർത്തി. അത് എൻ്റെ സഹായം ഇവിടെ നിന്നുമല്ല, എൻ്റെ സഹായം ആകാശത്ത് ദൈവത്തിൽ നിന്നാണ് വരിക. 3, നോക്കൂ, നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാം? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവമായി കർത്താവിൻ്റെ സന്ധി നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കുന്ന എന്തിനാണ്? അതൊരു വലിയ ആദരവ് കാണിക്കുന്നതാണ്. നമുക്കറിയാം, ഒരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേക്കും. അത് വലിയ ആദരവിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ദൈവദാസനുണ്ട്, ഒരു റോയിച്ചാൻ. അദ്ദേഹത്തിന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച ഒരു കാര്യം, ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല സമയത്തിൽ 10ഉം 15ഉം വയസ്സുള്ള കൊച്ചു പിള്ളേർ വന്നാൽ പോലും പുള്ളി എഴുന്നേറ്റ് കൈ കൊടുക്കും. എനിക്കത് ഭയങ്കര റെസ്പെക്റ്റായിട്ട് തോന്നി. അതൊരു മാന്യതയുടെ ഭാവമാണ്. ആ കുഞ്ഞിനെ എന്ത് ചെയ്യുക? ആ ബഹുമാനിക്കുകയാണ്. പ്രത്യേകിച്ച് മക്കളോടൊക്കെ പറയട്ടെ, പണ്ടത്തെ നമ്മുടെ കാലത്ത് അപ്പന്മാരോ ജ്യേഷ്ഠന്മാരോ ഭർത്താക്കന്മാർ വന്നാൽ പോലും എന്ത് ചെയ്യായിരുന്നു? എഴുന്നേക്കുമായിരുന്നു. മൂത്തവരെ കാണുമ്പോൾ എന്ത് ചെയ്യും? എഴുന്നേക്കും. നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുന്നേക്കുന്നത്? റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ദൈവസന്ധി എഴുന്നേക്കുന്നത് എന്തിനാ? എക്സസൈസിനാ? പിന്നെ ഇപ്പം ചിലൊക്കെ പറയും, ഇത്രയും നേരം ഇരുന്ന് ബോറടിക്കുമല്ലായിരുന്നു, ഇനി നമ്മൾ കുറച്ച് നേരം എഴുന്നേറ്റ് ഇന്ന് ആരാധിക്കും. ബോറടി മാറ്റാനല്ല എഴുന്നേക്കുന്നത്. ദൈവസന്ധി ബോറടി എന്നുള്ള വാക്കേ ഉപയോഗിക്കരുത്. കാരണം ദൈവത്തിൻ്റെ സന്ധി ചെലവഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവസന്ധി വരുമ്പം ബോറടിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. നമ്മുടെ കുറ്റം കൊണ്ടാണ് ബോറടി തോന്നിയത്. അപ്പം ദൈവസന്ധി വരുമ്പോൾ എഴുന്നേൽക്കുന്നത്
ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ദൈവസന്ധിയിൽ എങ്ങനെ പ്രാർത്ഥിച്ചു? എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ദൈവസന്ധി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ഇനി മറ്റൊരു പ്രാർത്ഥനയാണ് 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു. 2 ശമൂവേൽ 7 അതിൻ്റെ 18-ാമത്തെ വാക്യം. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് എന്ന യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു നിന്നാൽ, കർത്താവായ യഹോവേ, അങ്ങനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. പിന്നെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അവിടെ നാം പറഞ്ഞു ബഹുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എഴുന്നേൽക്കുന്നത്. നമുക്ക് ചിലരുടെ മുമ്പ് ഇരിക്കാനൊക്കെ ഇല്ല. അതെന്തിൻ്റെ ഭാഗമാണ്? അവരോടുള്ള റെസ്പെക്റ്റിൻ്റെ ഭാഗം. അപ്പോൾ ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടി എഴുന്നേക്കരുത്. ദൈവത്തോടുള്ള റെഫറൻസിലാണ് എഴുന്നേൽക്കുക. ചെറുക്കെങ്കിലൊക്കെ എഴുന്നേക്കാനും ആരാധിക്കാനും ഒക്കെ പറയുന്നത് ഒരു പണിയില്ലാത്തത് കൊണ്ട് തോന്നും. നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മളെ ഒന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അതൊക്കെ അറിയാതെ നടക്കേണ്ട കാര്യങ്ങളാണ്. ആരും കമ്പല് ചെയ്തല്ല ഇതൊന്നും നടക്കേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ദൈവത്തോടുള്ള ബഹുമാനം വരുമ്പോൾ നമ്മൾ ദൈവസന്ധിയിൽ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം. അപ്പം നോക്കൂ, ഇനി ദാവീദ് രാജാവ് ചെയ്തൊരു കാര്യമുണ്ട്. ദൈവസന്ധിയിൽ എന്ത് ചെയ്തു? ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കരമാണ്. ഇരുന്നു. ഒരു 10-60 വയസ്സുള്ള ഒരു സഹോദരൻ, അദ്ദേഹം എന്നോടിരിക്കുക വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യൻ ഹെൽത്തി ആണോ, അവൻ ഫിറ്റാണോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം? മെഡിക്കൽ ചെക്കപ്പ് നടത്തും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു മെഡിക്കൽ ചെക്കപ്പും വേണ്ട പാസ്റ്റർ. ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഫിറ്റ് ഇനഫ്, ഒറ്റ കാര്യം നോക്കിയാൽ മതി. കൈ കുത്താതെ ഇരിക്കുക, കൈ കുത്താതെ എഴുന്നേൽക്കുക. ആർക്കും ചെയ്യാമോ? ഇവിടുത്തെ ഏറ്റവും കനം കുറഞ്ഞ ഡ്രം അടിക്കുന്ന നമ്മുടെ ചേട്ടായിയ. കൈ കുത്താതിരിക്കാവോ? കൈ കുത്താതിരിക്കാവോ? വീടല്ലേ, ചുമ്മാ ഇരുന്നിട്ട് കൈ കുത്താതെ എഴുന്നേക്കാവോ? എഴുന്നേക്കാവോ? മനസ്സിലായില്ല. ഇരിക്കുന്നു, കൈ കുത്താതെ എഴുന്നേക്കാവോ? പോട്ടെ, കൈ കുത്താതെ ഇരിക്കാമോ? ഇരുന്ന് നോക്കിയോ? സംശയം നോക്കിയോ? കൈ കുത്താതിരിക്കാവോ? ചെറുപ്പക്കാരൻ നോക്കിയൊന്ന്. കൈ കുത്താതിരിക്കും. നിനക്ക് കൈ ഇങ്ങോട്ട് മുമ്പോട്ട് നിൽക്കുന്നേ. കൈ കുത്താതെ ഇങ്ങോട്ട് ഇരുന്ന്, കൈ കുത്താതെ ഒന്ന് ഇരുന്ന് നോക്കിക്കേ. ഇരിക്കാനങ്ങ് സിമ്പിൾ. ഇരുന്നോ, കുഴപ്പമില്ല. കൈ കുത്താതെ എഴുന്നേറ്റ് നോക്കി, ഒന്ന് ഇരുന്ന് നോക്കി. ഇരിക്കും. നമ്മൾ അങ്ങനല്ല ഇരിക്കും. കൈ കുത്തി. ഇനി ഇരുന്നേ. അല്ല, അങ്ങനെ കൈ മടക്കി. ഇനി എഴുന്നേറ്റേ, കൈ കുത്താതെ. ഫിറ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പാടാ. ഫിറ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൈ കുത്താതെ എന്ത് ചെയ്യാം? ഇരിക്കാം. കൈ കുത്താതെ എഴുന്നേക്കാം. ഒറ്റ കാര്യം കൊണ്ടാണ് ഇത് ഇരുന്ന് ശീലിക്കുന്നത്. നിത്യാഭ്യാസി എന്തെടുക്കും? ആനയെടുക്കും. അപ്പോൾ ദൈവസന്ധി വരുമ്പോൾ മഹാനായ രാജാവ് പോലും സിംഹാസനം വിട്ടെഴുന്നേറ്റ് എവിടെ ഇരുന്നു? ദൈവസന്ധിയിൽ ഇരുന്നു. നമുക്ക് ഈ കൾച്ചറൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് എൻ്റെ ചിന്ത. കുറച്ച് പേരെങ്കിലും ദൈവസന്ധിയിൽ എപ്പോഴും എന്ത് ചെയ്യണം? ഇരിക്കണം. ഇരുന്ന് ശീലിച്ചോ, കസേര ഇരിക്കുന്നതിനെക്കാട്ടി സുഖമാണ്. ഇരുന്ന് ശീലിച്ച കസേര ഇരിക്കുന്നതിനെക്കാട്ടും കംഫർട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടായിരിക്കണം AICC മീറ്റിംഗ് ഇപ്പോഴും എവിടെ ഇരുന്നോണ്ടോ? നിലത്തിരുന്ന. അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമെന്നേ ഉള്ളൂ. എന്നാലും ഒരു ഘടകമാണ്. തമ്പുരാൻ്റെ അടുക്ക വരുമ്പോൾ എന്ത് ചെയ്യണം? ഇരുന്ന് പഠിക്കണം. ഇരുന്ന് പ്രാർത്ഥിച്ചു. ആരാ ഇരുന്നത്? വെറും ആളല്ല, രാജാവിരുന്നു. രാജാവിനെ പോലെ ഒരാളിരുന്നെങ്കിൽ നമുക്ക് ദൈവസന്ധി ഇരിക്കാനൊക്കത്തില്ലേ? നോക്കൂ, ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇനിയും യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകനാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രവചനമൊക്കെ വന്നത്. പ്രവാചകൻ പറയുന്നു, യെഹെസ്കേൽ 8:1 വായിച്ചേ. യെഹെസ്കേൽ 8:1. 6-ാം മാസം 5-ാം തീയതി 6-ാം മാസം 6-ാം ആണ്ട് 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും കണ്ടോ? ചെയ്തപ്പോൾ ഞാൻ വീട്ടിലിരുന്നു. പ്രവാചകൻ ഇരുന്നു. വെറുതെ ഇരുന്നല്ല, ദൈവസന്ധി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? ഇരുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ശരീരഭാഷയാണ് എന്ത് ചെയ്യാം? ഇരിക്കാം. ദൈവമക്കളൊക്കെ ഇരിക്കണം. അത് ചെറിയൊരു കാര്യമല്ല. കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്ധിയിൽ എന്ത് ചെയ്ത് പഠിക്കണം? ഇരുന്ന് പഠിക്കണം. കഴിവതും കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ മക്കളെയൊക്കെ എവിടെ ഇരുത്തണം? താഴെ ഇരുത്തണം. തെറ്റല്ല. ഒരു കാർപ്പറ്റ് വേണം. ഒരു പ്രാർത്ഥനാപ്പായിൽ ഇരുന്ന് പഠിക്കണം.
ഇരുന്ന് കുറച്ച് നേരം ഇരിക്കി എഴുന്നേൽക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഇവിടെ ഈ ഇടുപ്പെല്ലാം ഓക്കെ ആവും, ഹിപ്പിൻ്റെ വേദനയൊക്കെ മാറും. ദൈവസന്ധി എന്ത് ചെയ്താൽ മതി? ഇരുന്നാൽ മതി, ഇരിക്കണം. ദാവീദിനെ പോലെ ഒരു രാജാവ് ഇരുന്നെങ്കിൽ പിന്നെ നമുക്കിരിക്കണ്ടേ? ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവ്, ആ രാജാവിന് ദൈവസന്ധി ഇരുന്നു. എസ്കേൽ പ്രവചനത്തിൽ നാം കാണുന്നു, പ്രവാചകൻ ദൈവസന്ധിയിൽ എന്ത് ചെയ്തു? ഇരുന്നു. ഇനി നമ്മുടെ യേശു ഇരുന്നു. അവൻ ജനക്കൂട്ടത്തെ കണ്ടാരെ മലമേൽ കയറി യേശു ഇരുന്നു. ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഗിരിപ്രഭാഷണം എന്ന മഹത്തായ പ്രഭാഷണം തുടങ്ങുമ്പോൾ കർത്താവായ യേശു എന്ത് ചെയ്യായിരുന്നു? ഇരിക്കുകയായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ന്യായാധിപന്മാർ 20:26. ന്യായാധിപന്മാർ 20:26. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. അവര് ദൈവസന്ധിയിലേക്ക് യഹോവയുടെ സന്ധി കരഞ്ഞുകൊണ്ട് ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ത് യഹോവയുടെ സന്ധി ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇരിക്കാൻ കഴിയും, അത്ര പാടുള്ള കാര്യമല്ല. പക്ഷേ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗ്ഗം എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ തമ്പുരാൻ്റെ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പോൾ സ്വർഗം എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ ദൈവസന്ധിയിൽ എന്ത് ചെയ്യണം? ഇരിക്കണം. അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇനി അടുത്തൊരു കാര്യം, പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ശരീരഭാഷയാണ് മുട്ട നിന്ന് പ്രാർത്ഥിച്ചു. വായിച്ചോ? എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം. എസ്ര 9:5. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ മലർത്തി പറഞ്ഞത് എന്തെന്നാൽ. മുട്ടുകുത്തി അടുത്തൊരു ഭാഷയാണ്. മുട്ടുകുത്തി കൈ മലർത്തി. കൈയൊന്ന് മലർത്തിക്കേ. മുട്ടുകുത്തി കൈ മലർത്തി. എനിക്ക് ആ വാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവസന്ധിയിൽ എന്തും മടക്കണം, മുട്ട് മടക്കണം. ഒരു ഇസ്ലാം സഹോദരൻ്റെ ഏറ്റവും വലിയ മതചിഹ്നം എന്താ? ഇസ്ലാം സഹോദരൻ്റെ ഏറ്റവും വലിയ മതചിഹ്നം എന്താ? അതിന് നമ്മളെന്താ വിളിക്കുക? നിസ്കാര തഴമ്പ്. അത് അവർക്കൊരു അഭിമാനമാണ്. നല്ല ഹാജിയാന്മാർ, നല്ല ഇസ്ലാമിനൊക്കെ എന്ത് കാണും? തഴമ്പ് കാണും, നിസ്കാര തഴമ്പ്. അത് അവർക്കൊരു മോശക്കാരിയാണോ അഭിമാനക്കാരിയാണോ? അപ്പം ഒരു ക്രിസ്ത്യാനിയുടെ തഴമ്പ് എവിടെ കാണും? മുട്ടത്താണ്. ഞാൻ ഒന്ന് കഴിക്കും. മുട്ട തഴമ്പുള്ള എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കാം. 1, 2, 3, 4, 5, 6. മുട്ട തഴമ്പ് വേണം. മുട്ട തഴമ്പ് വരാൻ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഒറ്റ മാസം മുട്ട ഇന്ന് എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച മുട്ട തഴമ്പ് വരും. ഈ മുട്ട തഴമ്പുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെയൊക്കെ വിരട്ടാം. പിള്ളേരെയും സഭക്കാരെയൊക്കെ വിരട്ടാം. കളിക്കരുത്, കണ്ടോ ഇത്? വലിയ കാര്യമാണ്. ഈ ഞാൻ വായിച്ചിട്ടൊരു കാര്യമുണ്ട്, എവിടെയോ വായിച്ച ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് കുറേ നാളായിട്ട് അപ്പനുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അപ്പനങ്ങ് ക്ഷീണിതനായപ്പോൾ എല്ലാവരും പറഞ്ഞു വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ട് അപ്പനെ ഞാൻ വായിച്ചാണ്. അപ്പനെ വന്നപ്പോൾ അപ്പനിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാം തോലുവായി. പക്ഷെ അവനിങ്ങനെ മുഖത്തെല്ലാം ഓടിച്ചപ്പം മുഖമെല്ലാം കണ്ണെല്ലാം കുഴിഞ്ഞിരിക്കുന്നു. കൈ ഇങ്ങനെ ഓടിച്ചു പുതപ്പിനടിയിൽ കൂടെ. അപ്പോൾ നെഞ്ചെല്ലാം കുഴിഞ്ഞ നെഞ്ച്, വയറ് വന്നപ്പോൾ നെഞ്ച്, പിന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ താപ്പോട്ട് ഓടിച്ചു. അസ്ഥിയുടെ ഒരു തുടയില്ലേ, മുട്ട് വന്നു. മുട്ടിൻ്റെ കൈ താപ്പോട്ട് പോയപ്പം പോകുന്നില്ല. അപ്പോൾ മുട്ട് മാറ്റി നോക്കിയപ്പോൾ, പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ 2 മുട്ടയിലും ഒട്ടകത്തിൻ്റെ തഴമ്പ് പോലെ 2 തഴമ്പ്. അവിടെ കൊണ്ട് ആ മനുഷ്യൻ ഈ കുഞ്ഞിനെ കുഞ്ഞാക്കാൻ വേണ്ടി അപ്പം നിന്നതിൻ്റെ തഴമ്പാ. ഏറ്റവും വലിയ കാര്യം മുട്ടുകുത്തണം. എസ്ര എന്ത് ചെയ്തു? മുട്ടുകുത്തി. ഇനി നോക്കിയോ, സങ്കീർത്തനത്തിൽ വരുവിൻ നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. സങ്കീർത്തനം 95:6. സങ്കീർത്തനം കുറിക്കുന്നവരുണ്ടോ? സങ്കീർത്തനം 95:6 എന്താ കാണുന്നേ? മുട്ടുകുത്തി. വായിച്ചോ. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. 17 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരൻ
രേഖ എഴുതപ്പെട്ടു എന്ന് കേട്ടു. രേഖകളൊക്കെ വരുന്നതിൽ പേടിച്ചിരിക്കുന്നവരിനകത്തുണ്ട്. പ്രതിസന്ധികൾ, രേഖ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെൻറ് രേഖകളൊക്കെ. പക്ഷെ ദാനിയേലിനെതിരെ ഒരു രേഖ വന്നു. ദാനിയേൽ എന്ത് ചെയ്തു? പതിവ് പോലെ, അത് വലിയൊരു വാക്കാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു. എന്തുപോലെ? പതിവ് പോലെ. അതെന്താ അതിൻ്റെ അർത്ഥം? മുമ്പേ ചെയ്തു വന്നത് പോലെ. കാരണം ദിവസവും എന്ത് ചെയ്യായിരുന്നു? 3 പ്രാവശ്യം മുട്ടുകുത്തി. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ തലേദിവസം ഈ വെപ്രാളം ഉണ്ടാകുന്ന കൂടുതലും ആർക്കാ? അന്നേരം ആ ദിവസങ്ങളിൽ പഠിക്കാൻ തുടങ്ങുന്നവർക്കാണ് എന്തോ ഉണ്ടാകുന്നേ? വെപ്രാളം. നേരത്തെ സിസ്റ്റമായിട്ടൊക്കെ പഠിച്ചവരൊക്കെ എന്തോ ചെയ്യും? ഒന്ന് കൂളായിട്ടിരിക്കും. ഇതുപോലൊക്കെ തന്നെ ആയിരുന്നാലും 2 കൂട്ടരന്ന് കൂളായിരിക്കും. ഒന്നും പഠിക്കാത്തവൻ കൂളാണ്. രാവിലെയൊക്കെ എക്സാമിൻ്റെ വഴി എല്ലാം മുണ്ടൊക്കെ മടക്കി കാരണം അവന് അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? വെരി കൂൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബുദ്ധി ഇല്ലാത്തവരാ ഭാഗ്യവാന്മാർ. അവർക്ക് ടെൻഷനില്ല. ഈ ടെൻഷനുള്ള ആർക്കായിരിക്കും? അന്ന് അവർ തലേദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കും. പിറ്റേ ദിവസം രാവിലെ ബ്ലാങ്ക് ഔട്ടായി പോകും. കാരണം ഈ പഠിച്ചതെന്നാ എപ്പോഴാണ്? ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു അസൈൻമെൻറ്റ് സമർപ്പിക്കേണ്ട സമയത്ത് കൃത്യം 4 മണിക്ക് സമർപ്പിക്കും. 4:05 ആയാൽ പേപ്പറൊക്കെ ആകാശത്തൂടെ പറക്കുന്ന ഒരു സാറാണ്. ആ പ്രൊഫസറുടെ കയ്യിൽ 4:05 ആയാൽ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ആകാശത്തൂടെ പറക്കും. അങ്ങനത്തെ ഒരു സാറ്. ഞാൻ തലേ ദിവസം 4 മണിയായപ്പോൾ ഇരുന്നു. 3:55 ആയപ്പോൾ അസൈൻമെൻറ്റ് കുത്തി കെട്ടി കൊണ്ടു കൊടുത്തു. 4:30 അഡ്മിറ്റായി. 4:30 അഡ്മിറ്റായി. പനിച്ച്. കാരണം രാത്രി ഉറങ്ങാതിരിക്കാൻ വെള്ളമൊക്കെ കൊണ്ട് അതിനകത്ത് താഴെ വെച്ച് അതിനകത്ത് കാല് ചവിട്ടി വെച്ച് എന്തെല്ലാം കോമിക്ക് കാണിച്ചാൽ തീർത്ത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, ഇതെല്ലാം എപ്പം തുടങ്ങുന്നതുകൊണ്ടാണ്. പക്ഷേ ദാനിയേൽ കൂളായിരുന്നു. ഇത്രയും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ കൂളായിട്ട് നിൽക്കാനുള്ള കാര്യം പതിവ് പോലൊരു സ്വഭാവം ഉണ്ടായിരുന്നു, മുട്ടുകുത്ത്. ഇത് ചിലർക്കൊരു ആചാരമാണ്. ദൈവമക്കളായി നമ്മളെ സംബന്ധിച്ചുള്ള ആചാരമല്ല, ആത്മനിയോഗമാണ്. ആചാരവും നിയോഗവും രണ്ടും രണ്ടാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി എന്നെ മുട്ടുകുത്തി വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:40. അപ്പോസ്തല പ്രവൃത്തി 9:40 ഒരാൾ മരിച്ചു. സിസ്റ്ററെ, അതിൻ്റെ മുമ്പിൽ ഒരു സംഭവം ഉണ്ടായി. മരിച്ചത് ആരാന്നറിയാവോ? തബീതയാണ്. ഈ തബീത മരിച്ചപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പോപ്പിനെ, ഏറ്റവും വലിയ ആളെ അടക്കം കൊണ്ടുവന്നു. ആരെയാ? അന്നത്തെ ഏറ്റവും വലിയ സീനിയർ പാസ്റ്റർ ആരാ? പത്രോസാണ്. അപ്പം ഒരാൾ മരിച്ചാൽ പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് തെറ്റാണോ? അല്ല. അനുസ്മരണ യോഗം നടത്തി അവിടെ തബീത മരിച്ചപ്പോൾ. എന്ത് കാണിച്ചാ? ഉടുപ്പ് അനുസ്മരണമായിരുന്നു. എല്ലാവരും വന്ന് പ്രസംഗിച്ചു. അപ്പോൾ തബീത വന്നപ്പോൾ മരിച്ചപ്പോൾ എന്ത് നടത്തി? അനുസ്മരണ യോഗം നടത്തണമെങ്കിൽ അനുസ്മരിക്കാൻ വല്ലതൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ളവിടെ മരിച്ചാൽ എന്തോ പറ്റും? അനുസ്മരണം നടത്തും. ചെല്ല് മരിച്ചാൽ ഒന്നും നടക്കത്തില്ല, അത് വേറെ കാര്യം. ജെല്ലിൽ ഒരു പാസ്റ്റർ മരിച്ചു. അപ്പോൾ ആ പാസ്റ്റർ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന പാസ്റ്ററാണ്. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന പാസ്റ്റർ എല്ലാവർക്കും പുള്ളി അങ്ങ് വെച്ചു. പുള്ളി നല്ല കുക്കാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ചട്ടിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. 1 മണിക്ക് എടുക്കണം. 2 3 4 എടുക്കാൻ ഒക്കുന്നില്ല. ആൾക്കാർ ഇങ്ങനെ വരുന്നു, പ്രസംഗിക്കുന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ ഓടി വന്നു, ഇതെന്തൊരു ഇടപാടായത്? ഇതെന്തുവായത്? ഞാൻ ചോദിച്ചു, എന്തുവായത്? അത് 4 മണിയായിട്ട് ഇത് 1 മണിക്ക് പോകണം. അപ്പം അച്ഛനങ്ങ് പോവും. അച്ഛൻ പോവും. അങ്ങനെ നോക്കത്തില്ല, അത് മോശമല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ഞാനിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ വരുന്നവരെല്ലാം ചോറ് തന്നു. ഇത് ചോറ് തന്നു എന്ത് പറയാൻ? ഞാൻ ചോറ് കൊടുത്തിട്ടല്ലേ പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് രൂക്ഷമായപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അച്ഛൻ എത്ര വയസ്സായി? 65. അച്ഛാ, അഹങ്കാരം പറയില്ല, തെറ്റിദ്ധരിക്കല്ലേ അച്ഛായ, നമുക്കറിയത്തില്ല നാളെ എന്തുവാന്ന്. എന്നാലും പ്രായമനുസരിച്ചാണ് മേളിൽ നിന്ന് വിളി വരുന്നത് എങ്കിൽ ആദ്യം പോകുന്ന ആരായിരിക്കും? അച്ഛനായിരിക്കും. സെൻട്രൽ പാസ്റ്റ് ആയതുകൊണ്ട് അച്ഛനെ അടക്കുന്നത് 99% ഞാനായിരിക്കും. അച്ഛാ ഉറപ്പ് 1 മണിക്കൂർ കൊണ്ട് ശുശ്രൂഷ തീർത്തും. കാരണം എനിക്ക് അച്ഛനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അച്ഛനെക്കുറിച്ചൊന്നും പറയാൻ. ഈ ചിലയിടത്ത് നിങ്ങൾ മരണത്തിന് പോയിരിക്കണേ പാട്ടുകാരൊക്കെ, സിയോൻ ഗീതാവിനെ മുഴുവൻ പാടി തീർത്താലും സമയം തീരത്തില്ല. പിന്നെ ഉണർവ് യോഗത്തിലോട്ട് പോകും, കാരണം തീരത്തില്ല. ചിലർ മരിച്ച ഒരു വാക്ക് പാടാൻ എന്ത് കിട്ടത്തില്ല? സമയം കിട്ടത്തില്ല. അതൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ്. തബീതായും അങ്ങനെ ചെയ്തു, ജീവിച്ചപ്പം ഉടുപ്പൊക്കെ കാണിച്ചു. അന്നേരമാണ് ആര് വന്നത്? പത്രോസ് എല്ലാവരെയും പുറത്താക്കി. ഒരു വാക്ക്. പത്രോസ് മുട്ടുകുത്തി എന്തിനു നേരെ തിരിഞ്ഞു? ഇവിടെ നിങ്ങൾ ഓർക്കണം,
ഈ ശവത്തിൻ്റെ നേരെ തിരിയാവും. നമുക്കിപ്പോഴും എത്ര ധൈര്യം ഉണ്ടെങ്കിലും എന്തോ പേടിയാ. ശവം പേടിയല്ലേ? ഞാൻ 3-4 ദിവസമായി ശവം എടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക്. 4 ദിവസമായി. ഈ കനത്തിലൊക്കെ ആയിരുന്നു പുഴു ഞാൻ എടുത്തുകൊണ്ട് പോയാൽ. അപ്പോൾ എൻ്റെ കൂടെ ഒരു കണ്ണനുണ്ടായിരുന്നു, പിടിക്കാൻ ആൾ വേണ്ടേ. കണ്ണനോട് ഞാൻ ചോദിച്ചേട്ടാ കൂടാമോ? അച്ഛാ കൂടാം, പക്ഷേ ഒരാഴ്ച എന്നെ കൂടെ കിടത്താമോ എന്ന് ചോദിച്ചു. കണ്ണനൊരു ഒരു ഇരുകാലും ഒരു ഇരുമ്പ് സാധനമാണ്. കണ്ണൻ എൻ്റെ കൂടെ കിടന്നു. പിന്നെ ഒരാഴ്ച എന്നെ കെട്ടിപ്പോയി. എന്നാലും ഒരു സംഭവമായിരുന്നു. അതൊക്കെ ഒരു അനുഭവങ്ങൾ നോക്കി ഓർത്താൽ മതി. ഒരു ശവത്തിൻ്റെ നേരെ. ശവം പേടിയാണോ? സത്യം പറ. ഒറ്റയ്ക്ക് കണ്ട പേടിയല്ലേ? ധൈര്യമൊന്നും പറയല്ലേ? പേടിയല്ലേ? ഒറ്റയ്ക്കുണ്ട്. എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മദ്യപാനിയായിരുന്നു. ഒടുവിൽ പുള്ളി തിരിഞ്ഞു വന്നു. 1.5 വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി തിരിഞ്ഞു പോയിട്ട് വീണ്ടും കഞ്ചാവായി. കഞ്ചാവും വെള്ളവും എല്ലാം ആയിട്ട് സെമിത്തേരിലായിരുന്നു കിടപ്പൊക്കെ. ഇതൊരു കാര്യം നടന്നതാണ്. വെളുപ്പിനെ അത് ആ സെമിത്തേരിയുടെ അതുവഴി ഒരാൾ കയറിപ്പോയപ്പോൾ ഈ പുള്ളി സെമിത്തേരിയുടെ മണ്ടേ കിടക്കുക. ഈ അനക്കം കേട്ടോണ്ട് ഇദ്ദേഹം ചോദിച്ചു, ആരാ? പേടിച്ചല്ലേ? ഓ എൻ്റെ അയ്യാനാ ചേട്ടാ, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങി. അകത്ത് ഭയങ്കര ചൂടായത്, ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കിടന്നാന്ന് പറഞ്ഞു. ആ ആൾ അന്നേരം ഫ്ലാറ്റായി. തെരിപ്പോ പറയാ, വെളുപ്പിന് നേരം വെളുത്തിട്ടില്ല, അകത്ത് ചൂടായതുകൊണ്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഫ്ലാറ്റ്. ഇവിടെയാണ് എല്ലാവരും പുറത്താക്കിയിട്ട് എന്തിനു നേരെ തിരിഞ്ഞു? മുട്ടുകുത്തി ഒരൊറ്റ പറച്ചിൽ. പിന്നെ ശവം നല്ല വിളിച്ചത്. എന്താ വിളിച്ചേ? അയ്യോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഏത് മരിച്ചു എന്ന് കരുതുന്നതിന് നേരെ മുട്ടുകുത്തി പറഞ്ഞ ഈ മുട്ടുകുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു അധികാരമുണ്ട് കേട്ടോ. അത്ഭുതം നടക്കും അവിടെ. നമ്മൾ ചിന്തിക്കുന്ന അത്ഭുതം അല്ല മുട്ടയെ കുത്തുമ്പോൾ ഉണ്ടാകും. ഞാൻ ഈ പ്രവചനത്തിലൊക്കെ കുറച്ച് വിശ്വസിക്കുന്നതാണ്. നല്ല പ്രവാചകരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് 10-31 വയസ്സായി. ഇവൻ എന്ത് ചെയ്ത വിശ്വാസത്തിൽ നിന്ന് കെട്ടത്തില്ല. അവനിപ്പം കല്യാണം വേണ്ട, പിന്നെ അവൻ അങ്ങനത്തെ ഇത് വേണം. ഇവൻ്റെ ഡിമാൻഡ്സൊക്കെ കേട്ടാൽ നമുക്കൊരുമാതിരി സഹിക്കാൻ വയ്യാത്ത ഡിമാൻഡാണ്. ഇവൻ്റെ അപ്പനും അമ്മയും ഇവൻ്റെ ആ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് എന്തൊക്കെയോ ഡിമാൻഡാണ്. ഇത് നമ്മൾ കേൾക്കുമല്ല, എന്തോ ചെയ്യും. അങ്ങനെ വല്ലതും ഉണ്ടാകണമെങ്കിൽ നമ്മൾ അങ്ങനെ കമ്പ്യൂട്ടറിൽ വല്ലതും വരച്ചുകൊണ്ട് വരണം. ആ ടൈപ്പ് ഒരു ഡിമാൻഡ്സാണ്. ഇവനെ എങ്ങനെ കെട്ടിക്കും? അവൻ്റെ അപ്പനെ ഭയങ്കര സങ്കടം. അപ്പം ഞാനും ഈ വിഷയം പറയാതെ ഞാനും ഒരാൾ ഈ അച്ചാനും കൂടെ പ്രാർത്ഥിക്കാതിരിക്കുക. ഞങ്ങളുണ്ട്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു പ്രവാചകനുമുണ്ട്. ആ പ്രവാചകൻ ഇങ്ങനെ ഇതൊന്നും അറിയാത്തൊരു പ്രവാചകൻ, അറിയത്തില്ല എന്നുള്ള കാര്യം. ഇദ്ദേഹത്തോട് ദൂത് പറയുന്നു, ദൈവദാസനെ, നിങ്ങളുടെ ഒരു മകൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ കൺസെപ്റ്റും അവൻ്റെ ചിന്താഗതികളും ആശയങ്ങളും ഒക്കെ ഇപ്പോൾ നിങ്ങളെക്കാട്ടിലും ഒരു 4 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ദൂതാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അവന് വേണ്ടി മുട്ടുകുത്തു. ഒറ്റയടി തമ്പുരാൻ അവൻ 2 അടി താഴെ വന്നിട്ട് നീ പറയുന്ന പെണ്ണിനെ കെട്ടും. തുടരുക മുട്ടുകുത്തൽ. പ്രവാചകൻ ദൂത് പറയും, ഈ 4 അടി കളഞ്ഞു നിൽക്കുന്നവൻ എവിടെ വരും? 2 അടി താഴെ വരും. സത്യമാണ്. ഈ 4 അടി കളഞ്ഞു നിൽക്കുന്നവനെയൊക്കെ ഉണ്ടല്ലോ, അടിച്ച് താഴെ കൊണ്ടുവരാൻ ഒറ്റ വഴി ചെയ്താൽ മതി. മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവരും താഴെ വരും. മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശാപത്തിൻ്റെ നേരെ തിരിഞ്ഞു. പിന്നെ വിളിച്ചത് എന്താ? തബീത. എന്ത് ചെയ്യാൻ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നും നമ്മൾ ദൈവസന്ധി മുട്ടുകുത്തി പ്രാർത്ഥിച്ച മൃതമായെന്ന് ചിന്തിക്കുന്നതൊക്കെ ജീവിച്ചെഴുന്നേക്കും. മൃതമായതിനെ ജീവിപ്പിക്കുന്നതാണ് ദൈവമക്കളുടെ മുട്ടുകുത്ത്. ഷഖന ഹത്തുനിയ റഗന എന്നൊരു പ്രാർത്ഥനാ ശൈലിയുണ്ട്. ദൈവമക്കൾ മുഴങ്കാൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ഇനിയും വലിയൊരു മുഴങ്കാൽ പ്രാർത്ഥന കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പോവുകയാണ്. ഇനി നിങ്ങൾ എൻ്റെ മുഖം എന്ത് ചെയ്യത്തില്ല? അതിലേക്ക് ഞാൻ വായിച്ച് കരയും. എന്തൊരു സ്നേഹ! അവൻ പൗലോസ് എന്ത് ചെയ്തു? മുട്ടുകുത്തി. എല്ലാവരും കൂടെ മുട്ടുകുത്തി. എന്തൊരു പ്രാർത്ഥനയാണ്! ദൈവമക്കളുടെ ഐക്യത അവിടെ വെളിപ്പെടുന്നത്. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് ഗതസമനയിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇന്നും പറയട്ടെ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ
തിരിച്ചു കിട്ടത്തില്ലെന്ന് പറയുന്നിടത്ത് അത്ഭുതം നടക്കും. തിരിച്ചു വരത്തില്ലെന്ന് പറയുന്നത് തിരിച്ചു വരും. നഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് കിട്ടും. മുട്ടുകുത്തി പ്രാർത്ഥിക്കും.